കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണിത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഫോർമേഷൻ, അതായത് അത് ഫോം ചെയ്യുന്നതിന് മുമ്പുണ്ടായ ബ്രിട്ടീഷ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ അവസാന ഘട്ടമായിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ അത് ഫോം ചെയ്യാനുള്ള എല്ലാ ഇലക്ഷനും എല്ലാം കഴിഞ്ഞ് കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് ഉള്ളതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കമ്മിറ്റികളുണ്ട്. മേജർ കമ്മിറ്റി ഉണ്ട്, മൈനർ കമ്മിറ്റി ഉണ്ട്. അതുപോലെ ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമുക്കറിയാം, ഡ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്തൊരു ബുക്കാണെങ്കിലും ന്യൂസ് പേപ്പർ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അത് ഡ്രാഫ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലത്തെ മെമ്പേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന BR അംബേദ്കർ ആണ്. ഓക്കെ, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതേപോലെ ചീഫ് അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് BN റാവു ആണ്. നമുക്കറിയാം BR അംബേദ്കറും BN റാവുവും വളരെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലത്തെ മെമ്പർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വേറെ ആയിട്ട് ചോദിക്കുന്നതാണ് അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആരാണ്. ഈ അഡ്വൈസർ എന്ന് പറഞ്ഞ വാക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പോകേണ്ടത് BN റാവുവിലേക്കാണ്. BR അംബേദ്കർ അല്ല അഡ്വൈസർ, BN റാവു ആണ് അഡ്വൈസർ. ഇനി ഇവർ കൂടാതെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തമായിട്ട് 7 മെമ്പേഴ്സാണുള്ളത്. ഓക്കെ, ആരൊക്കെയാണ് നമുക്ക് ആ 7 മെമ്പേഴ്സ് നോക്കാം. ഒന്ന് BR അംബേദ്കർ, ഒന്ന് TT കൃഷ്ണമാചാരി, പിന്നെ മാധവ റാവു, പിന്നെ ഗോപാലസ്വാമി അയ്യങ്കർ, പിന്നെ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സദ്ദത്തുള്ള, KM മുൻഷി. ഓക്കെ, ഇവരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലത്തെ മെമ്പേഴ്സ്. അപ്പം നമ്മളിത് പഠിക്കാൻ നമുക്ക് ട്രിക്കായിട്ടല്ല, നമ്മൾ ഇത് പഠിക്കാൻ കുറച്ചും കൂടി കൺവീനിയൻസിന് നമുക്കിങ്ങനെ ആലോചിക്കാം. BR അംബേദ്കർ പിന്നെ നമ്മൾ മറന്നു പോയില്ല, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതുകൂടാതെ ഇവർ രണ്ടാളും നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം, മാധവനും കൃഷ്ണനും. ഓക്കെ, കൃഷ്ണമാചാരി മാധവ് റാവു, അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. ഇവർ ഇനീഷ്യലായിട്ട് ഇതിലില്ലായിരുന്നു. അതായത് ആദ്യം 2 ആൾക്കാരായിരുന്നു. അവരുടെ മരണശേഷം അവർക്ക് ശേഷം വന്നതാണ് ഈ മാധവ് റാവു, അതേപോലെ കൃഷ്ണമാചാരി. ഓക്കെ, അപ്പം അതും ഇവർ തമ്മിലുള്ളൊരു സാമ്യതയാണ്. ഈ മാധവ് റാവു വന്നത് മിറ്റർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ശേഷമാണ്, MITTER. ഓക്കെ, അതേപോലെ കൃഷ്ണമാചാരി വന്നത് കൈത്താൻ എന്ന് പറഞ്ഞ ഒരു ആൾക്ക് ശേഷമാണ്. ഓക്കെ, അപ്പം ഇവർ രണ്ടാളും മാധവ റാവുവും TT കൃഷ്ണമാചാരിയും അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത 2 ആൾക്കാരാണ് ഇത് രണ്ടും അയ്യങ്കറും അയ്യാറുമാണ്. അല്ലടി കൃഷ്ണസ്വാമി അയ്യാറും ഗോപാലസ്വാമി അയ്യങ്കറും. ഓക്കെ, രണ്ടും ഒരു സ്വാമി അയ്യങ്കറാണ്. അല്ലടി കൃഷ്ണസ്വാമി അയ്യങ്കറും ഗോപാലസ്വാമി അയ്യാറും. ഓക്കെ, അടുത്തത് വരുന്ന 2 എണ്ണം KM മുൻഷിയും സദ്ദത്തുള്ളിയാണ്, മുഹമ്മദ് സദ്ദത്തുള്ള. ഈ മുഹമ്മദ് സദ്ദത്തുള്ളിയാണ് ഓൺലി മുസ്ലിം മെമ്പർ ഇൻ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം KM മുൻഷിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിന് ഹൊറോസ്കോപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പം ഇതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ്. അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് പഠിക്കാനുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ 7 മെമ്പേഴ്സിൽ BN റാവു മെമ്പർ ആയിട്ടല്ല പറയുന്നത്, ഇതാണ് മെയിനായിട്ട് വരുന്ന 7 മെമ്പേഴ്സ്. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ BR അംബേദ്കർ എഴുതാം. നമുക്ക് ഈ ഒരു ഫ്രഷ് പേജ് എടുത്ത് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ അതൊന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ BR അംബേദ്കർ എഴുതാം. ഫസ്റ്റ് തന്നെ BR അംബേദ്കർ ചെയർമാൻ, 1 2 3 4 5 6 7. BR അംബേദ്കർ ചെയർമാൻ. അതുകൂടാതെ ഇനി വരുന്ന ഫസ്റ്റ് 2 ആൾക്കാർ മാധവനും കൃഷ്ണനും. മാധവാചാരിയാണോ? ഓക്കെ, മാധവ് റാവും TT കൃഷ്ണമാചാര്യം. നമ്മളങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, ഓപ്ഷൻ കിട്ടുമല്ലോ നമുക്ക്. കൃഷ്ണമാചാര്യം. ഈ മാധവ് റാവു മിറ്ററിനെ റീപ്ലേസ് ചെയ്തതും മറ്റത് കൈത്താനെ റീപ്ലേസ് ചെയ്തതുമാണ്. ഓക്കെ, ഇനി 2 ആൾക്കാർ എന്താണ്, ഒരു സൗത്ത് ഇന്ത്യൻ അല്ല, ഒരു സ്വാമി അയ്യർ എന്ന് പേരുള്ള ആളാണ്. ഒന്ന് അല്ലടി കൃഷ്ണസ്വാമി അയ്യർ. ഈ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ നമ്മൾ മറന്നുപോയില്ല കേട്ടോ, കാരണം വേറെയും പല സ്ഥലത്ത് കേൾക്കും. നമ്മളിങ്ങനെ ഒരു അല്ലടി കൃഷ്ണസ്വാമി അയ്യറും ഗോപാലസ്വാമി അയ്യങ്കറും.
ഗോപാലസ്വാമി അയ്യങ്കറും. പിന്നെ അവസാനം വരുന്ന രണ്ടാൾക്കാരെ, ഒന്ന് KM മുൻഷിയും പിന്നെ മുഹമ്മദ് സദത്തുള്ളയും. മുഹമ്മദ് സദത്തുള്ള. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 മെമ്പേഴ്സ്. ഇത് കൂടാതെ അഡ്വൈസറായിട്ട് വരുന്നത് BN റാവു ആണ്. അഡ്വൈസർ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ അപ്പം നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് BN റാവു. അപ്പോൾ ഇത്രയാണ് മെമ്പേഴ്സ് ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇനി ഇത് കൂടാതെയും കമ്മിറ്റികളുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ കുറേ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളും നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മേജർ കമ്മിറ്റി ആയിട്ടുണ്ട്, മൈനർ കമ്മിറ്റി ആയിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷേ കുറച്ചധികം ഉണ്ട്. അത് നമുക്ക് നോട്ട്സായിട്ട് ഞാൻ താഴെ തരാം. അതുകൂടാതെ യൂണിയൻ പവർ കമ്മിറ്റി, അതൊക്കെയാണ് മേജർ കമ്മിറ്റികൾ. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ, അതിൽ നമുക്ക് കുറച്ച്, അതായത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാ നോക്കാം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അതുപോലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയും, ഇത് മൂന്നും ഹെഡ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, അതായത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് ഫൈനലി ജവഹർലാൽ നെഹ്റു ആണല്ലോ. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനായിരുന്നു എല്ലാ പവറും. അതാണ് പവർ കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി. സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊത്തം പവർ ജവഹർലാൽ നെഹ്റുവിലായിരുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 3 കമ്മിറ്റിയും ഹെഡ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീൻ്റെ ഹെഡ് BR അംബേദ്കർ ആണ്. അത് പറയണ്ടല്ലോ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ. ഇനി വരുന്ന അടുത്ത കമ്മിറ്റിയാണ്, 2 കമ്മിറ്റി വീണ്ടും ലിങ്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. സ്റ്റിയറിങ്ങും റൂൾസും. സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് പ്രൊസീജിയർ കമ്മിറ്റിയും. ഇത് രണ്ടും രാജേന്ദ്ര പ്രസാദിൻ്റെ അടിയിൽ വരുന്നതാണ്. നമുക്കറിയാം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ്. അപ്പം ഈ സ്റ്റിയറിംഗ്, നമ്മളുടെ രാജ്യത്തിൻ്റെ എല്ലാ പവർ, അതായത് ശരിക്കുള്ള പവർ പ്രൈം മിനിസ്റ്ററിൻ്റെ മുകളിലാണെങ്കിലും എല്ലാം അപ്പോയിൻ്റ് ചെയ്യുക. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻ്റ് ചെയ്യുക, അങ്ങനെ എല്ലാവരും അപ്പോയിൻ്റ് ചെയ്യുക, ഈവൻ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുക ഒക്കെ ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പം ഇതിൻ്റെയൊക്കെ റൂൾസും റൂൾ വശം ആയിട്ട് ഹെഡ് വരുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രീറ്റിയിൽ പോകുമ്പോൾ അവിടെയും കൂടി പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് എല്ലാ ഇതും നടക്കുക. G20 സമ്മിറ്റിലും ഒക്കെ ഇൻ ദ നെയിം ഓഫ് പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങും അതുപോലെ റൂൾസും ആരാണ്? പ്രസിഡൻ്റാണ്, രാജേന്ദ്ര പ്രസാദാണ്. പിന്നെ വേറൊരു രീതിയിലും പഠിക്കാം. രാജേന്ദ്ര പ്രസാദിന് വേറൊരു കമ്മിറ്റിയും കൂടി ഉണ്ട്. അത് മൈനർ കമ്മിറ്റിയാണ്, അത് നമ്മളിന്ന് പറയുന്നില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒന്ന് ഫ്ലാഗ് സ്റ്റാഫ് കമ്മിറ്റിയും അതേപോലെ ഞാനിത് ലിങ്ക് ചെയ്ത് പഠിക്കുന്നതിന് മാത്രം പറയുന്നതാണ്. അതുപോലെ ഫൈനാൻസ് സ്റ്റാഫ് കമ്മിറ്റിയും അതേപോലെ രാജേന്ദ്ര പ്രസാദിന് വരുന്ന വേറൊരു കമ്മിറ്റിയാണ് ഫൈനാൻസ് സ്റ്റാഫും അതുപോലെ നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ പഠിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ഇത് മൊത്തം രാജേന്ദ്ര പ്രസാദിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മൾ രാജേന്ദ്ര പ്രസാദ് പ്രസിഡൻ്റ് ആണല്ലോ. പ്രസിഡൻ്റ് ഒരു കാറിൽ പോകാമെന്ന് ഓർത്താൽ മതി. ഈ കാറിൽ പോകുമ്പം കാറിലുള്ള കാര്യങ്ങളാണ് മൊത്തം. പ്രസിഡൻറ്റിൻ്റെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രണ്ടിലൊരു ഫ്ലാഗ് ഉണ്ടാവും. പിന്നെ പ്രസിഡൻറ്റിന് ഒരു സ്റ്റാഫ് ഉണ്ടാവും വണ്ടി ഓടിക്കാൻ. പ്രസിഡൻ്റ് അല്ലല്ലോ വണ്ടി ഓടിക്കുക, ഒരു ഷോഫർ ഉണ്ടാവും, അതാണ് സ്റ്റാഫ്. പിന്നെ സ്റ്റിയറിങ്. ഓക്കെ, പിന്നെന്താണ്, ഈ വണ്ടി ഓടിക്കാൻ തന്നെ കുറേ റൂൾസ് ഉണ്ട്. വണ്ടി റോട്ടുമ്പിൽ ഇറക്കണമെങ്കിൽ കുറേ റൂൾസ് ഉണ്ടല്ലോ. സീബ്ര ലൈൻ കാണുമ്പോൾ നിർത്തണം, ചുവപ്പ് കാണുമ്പോൾ നിർത്തണം, അങ്ങനത്തെ കുറച്ച് റൂൾസ്. അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ വണ്ടി ഓടിക്കുന്നത് ആരാണ്? ഇതാണ് രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദിൻ്റെ കമ്മിറ്റികളാണ് ഫ്ലാഗ് കമ്മിറ്റി, സ്റ്റാഫ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതേപോലെ വണ്ടി ഓടിക്കാനുള്ള റൂൾസ് കമ്മിറ്റി. ഇതിൽ ഈ ഫ്ലാഗും അതുപോലെ ഫൈനാൻസ് സ്റ്റാഫും മൈനറാണ്, സ്റ്റിയറിങ്ങും റൂൾസും മേജർ കമ്മിറ്റികളാണ്. അപ്പോൾ ഇതൊരു ലിങ്ക് ഞാനിത് പറഞ്ഞതന്നേ ഉള്ളൂ. മേജർ കമ്മിറ്റി നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അടിയിൽ 3 പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവർ. ഓക്കെ, സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവർ.
ശരിക്കും യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി അല്ല, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ, പക്ഷേ കോഡ് വെച്ച് പഠിക്കുകയാണ്. പിന്നെ SVP ഉണ്ട്. അതുകൂടാതെ BR അംബേദ്കർ പഠിച്ചു, ഡ്രാഫ്റ്റിംഗ് ആണ്. പിന്നെ രാജേന്ദ്ര പ്രസാദ് ഇപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചു. ഇതൊക്കെ പഠിച്ചു. ഇനി SVP എന്ന് പറഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അടിയിൽ വരുന്ന കമ്മിറ്റികൾ രണ്ടെണ്ണമാണ്. ഒന്ന് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റും പിന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയും. ഓക്കെ, ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സും, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സും പിന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും. ഇത് മേജർ കമ്മിറ്റിയിൽ വരുന്ന അവസാനത്തെ 2 കമ്മിറ്റിയാണ്. ഓക്കെ, അതും കൂടി അങ്ങ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ SVP ഏറ്റവും അവസാനം വരുന്നതുകൊണ്ട് നമുക്ക് അത് മാറ്റി നിർത്തി പഠിക്കാം. ബാക്കിയൊക്കെ നമുക്ക് ആ കോഡും വെച്ച് അങ്ങ് പഠിക്കാം. ഓക്കെ, ഇത് കൂടാതെ ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഈ മേജർ കമ്മിറ്റി ഇപ്പം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റിംഗ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം ഡ്രാഫ്റ്റ് ചെയ്തത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് SSCയിൽ. എന്നാണ് ഫസ്റ്റായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തത് എന്നുള്ളത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് വന്നത് 21 ഫെബ്രുവരി 1948 കേട്ടോ. ഫസ്റ്റ് ഡ്രാഫ്റ്റ് വന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ BR അംബേദ്കർ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തത് 1948 പിന്നെ 8 മാസം അത് പബ്ലിക് റിവ്യൂവിന് വെച്ചു, പബ്ലിക്കിന് ഇരുന്ന് വായിക്കാം എന്നുള്ള രീതിയിൽ. എന്നിട്ട് 4 നവംബർ 1948 എന്ത് വന്നു, അവസാനത്തെ ഡ്രാഫ്റ്റും വന്നു. അതിനുശേഷം 3 റീഡിങ് വെച്ചിട്ട് നവംബർ 26, 1949 അതെന്ത് ചെയ്തു, അപ്രൂവ് ചെയ്തു. അങ്ങനെയാണ് നവംബർ 26, 1949 നമുക്കറിയാം 284 ആൾക്കാർ, അതിൽ 15 ഫീമെയിൽസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി സൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അതുകൊണ്ടാണ് 26 നവംബറിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് തന്നെ വിളിക്കുന്നത്. പക്ഷേ റിപ്പബ്ലിക് ആയിട്ടില്ല, അത് നിലവിൽ വന്നിട്ടില്ല, പക്ഷെ അത് അംഗീകരിച്ചത്. ഓക്കെ, 15 ഫീമെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് വന്നൊരു ഫീമെയിലിൻ്റെ പേരാണ് അമ്മു സ്വാമിനാഥൻ. ഇത് എന്തുകൊണ്ടാണ് എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാൾ SSCൻ്റെ ഒരു PYQൽ കണ്ടിരുന്നു, അതുകൊണ്ട് എഴുതിയതാണ് അമ്മു സ്വാമിനാഥൻ. പിന്നെ കേരളത്തിൽ നിന്ന് വന്ന വേറൊരു സ്ത്രീയായിരുന്നു ആനി മസ്കറിൻ. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 284 മെമ്പേഴ്സ് സൈൻ ചെയ്ത് 21 ഫെബ്രുവരിക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് 8 മന്ത്സ് പബ്ലിക് റിവ്യൂവിന് വെച്ച് 4 നവംബർ 1948 ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് 26 നവംബർ 1949 3 റീഡിങ്ങും കംപ്ലീറ്റ് ചെയ്ത്, ഒരു കൊല്ലം റീഡിങ്ങൊക്കെ എടുത്തു, അതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് എന്ത് ചെയ്തു, പബ്ലിക് റിവ്യൂവിന് എന്താ പറയുക, എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിലവിൽ വരാമല്ലോ, അങ്ങനെ വന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് നാഷണൽ ഫ്ലാഗ്, അതുപോലെ തന്നെ കോമൺവെൽത്ത് റാറ്റിഫൈ ചെയ്തത്, നാഷണൽ ആന്തം, നാഷണൽ സോങ്, രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. എന്നാണ് നമ്മൾ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് പറഞ്ഞാൽ 22 ജൂലൈ 1947 22 ജൂലൈ. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഒരു ഫ്ലാഗ് വേണമല്ലോ, അതാണ് അതിൻ്റെ മുമ്പേ തന്നെ അഡോപ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് പിങ്കളി വെങ്കയ്യയാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. 22 ജൂലൈ ആണ് നമ്മൾ ഫ്ലാഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഫ്ലാഗ് ഡേ ആയിട്ട് ആചരിക്കുന്നതും 22 ജൂലൈ ആണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺവെൽത്ത് മെമ്പർഷിപ്പ് എന്നാണ് റാറ്റിഫൈ ചെയ്തതെന്നാണ്. കോമൺവെൽത്ത് മെമ്പർഷിപ്പ് നമ്മൾ റാറ്റിഫൈ ചെയ്തത് മെയ് 1949 ഇതൊക്കെ SSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മെയ് 1949 കോമൺവെൽത്ത് മെമ്പർഷിപ്പ് റാറ്റിഫൈ ചെയ്തത്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന്. അത് ഈ 24 ജാനുവരി 1950 കുറേ പ്രത്യേകതകളുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 നമുക്കറിയാം 24, 25, 26 ജനുവരി 1950 പ്രത്യേകത എന്താ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു എന്ന് പറയാം. ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക്, നമ്മളതുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ അന്ന് ആചരിക്കുന്നത്. അപ്പം എന്താണ് 24 ജാനുവരീൻ്റെ പ്രത്യേകത? 2 ദിവസമാണ്. 2 ദിവസമാണ് എന്ത് ഇതിൻ്റെ മുമ്പേ ഉള്ള, അതായത് റിപ്പബ്ലിക് ആവണേൻ്റെ മുമ്പേ ഉള്ള 2 ദിവസം.
ആ റിപ്പബ്ലിക് ആവുന്നതിൻ്റെ മുമ്പേയുള്ള 2 ദിവസങ്ങളാണ് ഈ 24th 25th. ഈ 24th കുറേ കാര്യങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താ നിലവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ആന്തം, നമുക്ക് ആന്തം വന്നു, സോങ് വന്നു, പ്രസിഡൻ്റാക്കി രാജേന്ദ്ര പ്രസാദിനെ, നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യൻ്റെ പ്രസിഡൻ്റായിട്ട് രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിലവിൽ വന്നത്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പ്രസിഡൻ്റ് ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതിൽ 2 ഓർക്കാൻ എളുപ്പമാണ്. ഒന്ന് ആന്തമാണ്, ഒന്ന് സോങ് ആണ്, പിന്നെ പ്രസിഡൻറ്റ്. ഇത് 24-ാം തീയതി വന്നു. 25-ാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 24-ാം തീയതി വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, 25-ാം തീയതി ജനുവരിയാണ് വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്, 25th ജനുവരി. അപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് 24, 25. അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാം തീയതിയാണ്. 26-ാം തീയതി നമ്മൾ റിപ്പബ്ലിക്കായി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോർമേഷൻ, ഇനി ഒരു മൈനർ കമ്മിറ്റീൻ്റെയും കൂടി ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെയാണ്. അതായത് നമുക്ക് ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് 395 ആർട്ടിക്കിൾസും 22 പാർട്സും 8 ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എത്ര ഷെഡ്യൂളാണ്? ബാക്കിയൊന്നും ഓർമ്മയില്ലെങ്കിൽ ഇത് ഓർക്കണം. 12 ഷെഡ്യൂളുണ്ട്. അതിൽ 9-ാമത്തെ ഷെഡ്യൂള്, 10-ാമത്തെ ഷെഡ്യൂള്, 11-ാമത്തെ ഷെഡ്യൂള്, പിന്നെ 12-ാമത്തെ ഷെഡ്യൂൾ. 9-ാമത്തെ ഷെഡ്യൂൾ ആദ്യമേ വന്നിട്ടുണ്ട്. ലാൻഡ് ജമീന്ദാരി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10 ആൻറ്റി ഡിഫെക്ഷൻ ലോ, 11 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റിയും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത ഷെഡ്യൂൾസ്. ഇപ്പോൾ 12 ഷെഡ്യൂളുണ്ട്, 470 ആർട്ടിക്കിളും 25 പാർട്ടും ഉണ്ട് കേട്ടോ. 25 പാർട്ടും ഉണ്ട്. ഈ 470 എന്നുള്ളത് ചിലപ്പോൾ മാറാനും സാധ്യത ഉണ്ട്, കാരണം പുതിയത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ 395 ഓർത്ത് വെക്കണം എന്തായാലും, മറ്റത് ഓർത്തില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും. ഇനി നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ഡയറക്റ്റ്ലി അതിൻ്റെ ഫെഡറലിസം, സ്കെഡ്യൂൾസ് എന്താണെന്നൊക്കെ പഠിച്ച്, ആർട്ടിക്കിൾസൊക്കെ പഠിച്ച് മുമ്പിലേക്ക് നീങ്ങാം.